നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ആ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴം എത്രയാണ്, ഇപ്പോൾ അവർ തമ്മിൽ എങ്ങനെയാണ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനി ഒരു റീയൂണിയൻ സംഭവിക്കുമോ, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആലോചിക്കാറുണ്ടോ, ഇതിനെല്ലാം കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്ന് എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു സ്പെൽ വർക്ക് നിങ്ങൾ ചെയ്തതിന് ശേഷം തൊട്ടിട്ട് ഈ ഒരു അഫർമേഷൻ പറയുക. നല്ല എഫക്റ്റീവായിട്ടുള്ള 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു അഫർമേഷനാണ് വീഡിയോയുടെ അവസാനം പറയുന്നത്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവ് മൈൻഡോടുകൂടി അഫർമേഷൻ പറയുക. കുറേ ആൾക്കാർ പരാതി പറയുന്നുണ്ട്, സ്പെൽ വർക്കും റിച്വൽസും അഫർമേഷനും ഒന്നും പറഞ്ഞിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന്. അത് വെറും കുറച്ച് ആൾക്കാരാണ് പറയുന്നത്. കുറേ പേർക്ക് തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങളവിടെ സമാധാനമായിട്ട്, നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആരൊക്കെ തട്ടിക്കൊണ്ടു പോയാലും, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ആരൊക്കെ അകറ്റാൻ ശ്രമിച്ചാലും ലാസ്റ്റ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതാണ്. നിങ്ങളുടെ ഭാഗത്ത് 100% ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ദ ഫൂൾ കാർഡ്, 5 of cups, the justice card, 10 of wands, ace of wands, the devil card, 8 of cups, the lovers card, 8 of swords, 9 of swords, queen of wands, 4 of wands. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർഡ്സ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പുതിയൊരു റിലേഷൻഷിപ്പിലോട്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ആ ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് കടന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയാവട്ടെ, നിങ്ങളുടെ ഭർത്താവട്ടെ, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്, നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ ഒളിച്ചോടുക, അല്ലെങ്കിൽ അവരുമായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടതകൾ നിറഞ്ഞ, ഒറ്റപ്പെട്ടിട്ടുള്ള, ആരുമില്ലാത്ത, സങ്കടങ്ങൾ പോലും പറയാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യമുണ്ടായിരുന്ന ആ ഒരു അട്രാക്ഷൻ ആണെങ്കിലും ഒരു അഫെക്ഷൻ ആണെങ്കിലും അത് മാത്രമായിരുന്നു. ആദ്യത്തെ മാത്രം ഒരു പുതുമ മാത്രമായിരുന്നു. പിന്നീട് നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ഒറ്റപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലോട്ടാണ് പിന്നത്തെ അവസ്ഥകൾ പോയിക്കൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വ്യക്തി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സെക്യൂർ ഫീലിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അവരൊരിക്കലും ഒരു ഇൻസെക്യൂർ ആയിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് കാണിക്കുന്നത്. അവർ ശരിക്കും ഭയന്നാണ് ജീവിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ചിലപ്പം ഉപദ്രവിക്കുന്നുണ്ടാവും. ഒരു സൈക്കോ ക്യാരക്ടറായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഭയപ്പെട്ടിട്ട് ഇപ്പോൾ ജീവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ചതിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൺ അവർ ആഗ്രഹിച്ചതുപോലെ അവർക്കൊരു ജീവിതം കൊടുക്കുമെന്ന്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവർ വിചാരിച്ച് ഇതിനേക്കാൾ അപ്പുറമാണ്, ഇതിനേക്കാൾ വലിയ എന്തോ ഒരു കാര്യമായിരിക്കും ജീവിതം എന്ന് പറയുന്നത്. സന്തോഷം നിറഞ്ഞ ഒരുപാട് ഫാൻറ്റസീസ് ഉള്ള സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ളൊരു ലൈഫാണ് നിങ്ങളുടെ വ്യക്തി ആക്ച്വലി പ്രതീക്ഷിച്ചത്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഉത്തരവാദിത്വം
ഉത്തരവാദിത്തമായി അവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ചിന്ത അവരൊരു വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ വന്നതും ഒരുപാട് സന്തോഷം കൊടുത്തതും എന്തൊക്കെയോ ഒരു സ്വപ്നലോകത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അവർ വിചാരിച്ചത് അതായിരിക്കും, അതായത് ഇവർ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതായിരിക്കും ഇവർക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പറ്റിയൊരു ലൈഫ് എന്ന് നിങ്ങളുടെ വ്യക്തി തെറ്റിദ്ധരിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കാനുള്ള മെയിൻ കാരണമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർ ലീഡ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു വലിയ ഭാരമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവർക്ക് സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരോട് സ്നേഹമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നത് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. നിങ്ങളോട് ആവശ്യമില്ലാതെ ദേഷ്യം കാണിക്കുക, നിങ്ങളോട് തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക, നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ആ ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടേത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെയും തേർഡ് പേഴ്സൻ്റെ കൂടെ അവരിപ്പോൾ ജീവിക്കുകയാണെങ്കിൽ തന്നെയും അവരിപ്പോൾ അതൊക്കെ ആലോചിച്ച് അവർ ഓരോ നിമിഷവും നിങ്ങളെ ഓർത്ത് കരയുകയാണ്, ദുഃഖിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചു ഈ തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ കൊണ്ടിട്ടായിരിക്കും ഈ മാറുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ ഒക്കെ ശരിയാകും എന്ന് വിശ്വസിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രാജുവലി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ വളരെ വേഴ്സ് കണ്ടീഷൻ ആയിരിക്കുകയാണ്. ഒരു സൈക്കോ ക്യാരക്ടർ, നിങ്ങളുടെ വ്യക്തിയെ ഉപദ്രവിക്കുന്ന, എന്ത് കണ്ടാലും കേട്ടാലും ഉടനടി ദേഷ്യപ്പെടുക. പോരാത്തതിന് അതൊരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് വല്ലാത്ത ഈ ഒരു ഡ്രഗ്സിനോടാണെങ്കിലും ലിക്വർ ഈ കുടിക്കുന്ന ലിക്വറിനോടാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ പെണ്ണിനോടാവട്ടെ ആണിനോടാവട്ടെ ഒരു ഭയങ്കരമായിട്ട് സെക്ഷൽ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ശാരീരികമായിട്ട് തന്നെ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ വളരെ മോശപ്പെട്ട രീതിയിൽ വന്നിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു വലിയ ഭാരമായിട്ട് മാറിയിരിക്കുകയാണ്. ഓരോ നിമിഷവും വളരെ ഭയപ്പെട്ട് അവർ തമ്മിൽ ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ രാവിലെ ആകുമോ, ഇവർക്ക് നേരം വെളുപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഉറങ്ങുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഭയപ്പെട്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഒരു ദിവസം തന്നെ കഴിപ്പിച്ച് കൂട്ടുന്നത്. ഈ ഒരു നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് തവണ നിങ്ങൾ പറഞ്ഞു, നിനക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് ഞാൻ തരാം, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ കൂടെ ജീവിക്കാം, ഇതൊക്കെ എന്താണോ നിൻ്റെ എക്സ്പെക്റ്റേഷൻ അതിനനുസരിച്ചൊക്കെ ഞാൻ മാറാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ വ്യക്തി ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു, ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിക്ക് ശരിക്കും കൊടുത്തിരുന്ന സ്നേഹം എന്ന് പറയുന്നത് വാത്സല്യം നിറഞ്ഞ ഒരുപാട് കെയറിങ്ങും അവരെ ഒരു പരിശുദ്ധമായിട്ട് എന്താ പറയുക, ഒരു ഡയമണ്ട് കൊണ്ടു നടക്കുന്നത് പോലായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ കൊണ്ടു നടന്നിരുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത ഇമ്പോർട്ടൻസും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതും ഒക്കെ ഓർത്തിട്ട് കരയാത്തതായിട്ട് ഒരു ദിവസം പോലും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിപ്രഷൻ നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ വ്യക്തി ഈ ഒരു അവസ്ഥയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കിപ്പോഴും സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരൂ എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം നിങ്ങളുടെ വ്യക്തി ഒരു
ശരിക്കും മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഭ്രാന്ത് പിടിക്കുന്ന, അവർക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തി അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായി മാറും എന്നുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധം ഒരു അടിമയെ പോലെ അവരെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. ശരീരത്ത് ഓരോ അവയവങ്ങളും അവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു കോളിനായിട്ട്, നിങ്ങളുടെ ഒരു വിളിക്കായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ജീവിച്ച അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കാത്തതായിട്ട് ഒരു ദിവസം പോലും ഇല്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോഴും അവരോട് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണാൻ വരികയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്ത ചീറ്റിങ്ങിന്, നിങ്ങളെ ചതിച്ചതിന് കർമ്മ അനുഭവിക്കുന്നുണ്ടോ എന്നറിയാനാണെങ്കിൽ പോലും അവർ കർമ്മ അനുഭവിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ ആത്മാർത്ഥ സ്നേഹമായിരുന്നു നിങ്ങൾ കാണിച്ചത്. ആ ഒരു കർമ്മഫലം അനുഭവിച്ചിട്ടാണെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെപ്പോഴും ഇപ്പോൾ റീഡിംഗ് എടുക്കുമ്പോൾ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കർമ്മഫലം അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ വരികയും ചോദിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വ്യക്തിയുടെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടാവാം, അവർ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കില്ല. കാരണം അത്രയ്ക്ക് നിങ്ങളെ ചതിച്ചതാണ്. നിങ്ങളുടെ സ്നേഹമെല്ലാം തട്ടിത്തെറിപ്പിച്ച് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇരുന്നപ്പോൾ തന്നെ നിങ്ങളെ ശരിക്കും ചതിച്ച ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ പറഞ്ഞിട്ടുണ്ടാവുക. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അവരെ മറക്കാൻ വേണ്ടിയിട്ട്, അവരോട് വെറുപ്പ് തോന്നാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോട് നിങ്ങൾ അവരെ പറ്റി കുറ്റം പറയുന്നത്. എന്നിരുന്നാൽ തന്നെ ഓരോ ദിവസവും രാത്രിയിൽ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണോ ഇപ്പോൾ ജീവിക്കുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്ത് വേദനിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ അതിനേക്കാൾ അപ്പുറം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർത്ത് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു സോൾമേറ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അവരുമായിട്ട് നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആണ്. അവർക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന് മുന്നേ മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും അവരുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോൾസ് തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരനുഭവിക്കുന്ന അവരുടെ ഓരോ ചലനങ്ങളാണെങ്കിൽ തന്നെ, അവരുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ച ആ ഒരു കള്ളത്തരം, ആ ഒരു വഞ്ചന, അതിനൊക്കെ അവർ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങൾ കാണിച്ച ആ ഒരു സ്നേഹം അവരും തിരിച്ച് കാണിക്കേണ്ടതായിരുന്നു. അവർ ആക്ച്വലി നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ ഒരിക്കലും വിചാരിക്കുകയില്ലായിരുന്നു ഇതല്ല ലൈഫ്. ആ ഒരു തേർഡ് പേഴ്സൺ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാണിച്ച് അതാണ് സന്തോഷം കിട്ടുന്ന ജീവിതം എന്നൊന്നും അവർ ഇമ്മച്യൂർഡ് ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ലൈഫ് അവർ ചൂസ് ചെയ്തത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്. പക്ഷേ നിങ്ങളുമായിട്ട് ഇനിയൊരു ജീവിതം
വേണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അവർക്കിനി ഒരു സ്ഥാനമുണ്ടാകുമോ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് ഒരിക്കലും ഒരു രീതിയിൽ മാപ്പ് കൊടുക്കില്ല, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു ഇടം കൊടുക്കില്ല എന്നൊക്കെ നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ തന്നെ, അവരുടെ ഒരു സ്നേഹമായിട്ടുള്ള ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വിളിക്കുക തന്നെ ചെയ്യും. കാരണം എന്തൊക്കെ അവർ മറ്റൊരു വ്യക്തിയായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവർ വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് തന്നെ ഈ ഒരു കാർഡ് സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്ത ആ ഒരു ആത്മാർത്ഥ പ്രണയത്തെ ഈശ്വരൻ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയ്ക്ക് കെയറിങ് ആണെങ്കിൽ, നിങ്ങളുടെ ടൈം ആണെങ്കിലും നിങ്ങളുടെ സ്നേഹമാണെങ്കിലും ആ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഈ ഒരു കർമ്മഫലം കുറച്ചുകൂടെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടെ ടോർച്ചറിങ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ബോധം ഈശ്വരൻ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ചുമ്മാതെ ഇന്ന് കണ്ട ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾ വരുമ്പം ഇട്ടിട്ട് പോകരുതല്ലോ. അതുകൊണ്ട് അവർക്കുള്ള പാഠമാണ്. ഒരാളെ ലൈഫിൽ, അത് ഫ്രണ്ടായിട്ടാണെങ്കിൽ തന്നെയും ലൈഫ് പാർട്ട്ണറായിട്ടാണെങ്കിൽ തന്നെയും തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ബുദ്ധി ഉപയോഗിച്ച് ആരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും നാളും പോരാടുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് തന്നെ വിജയം ഉറപ്പാണ്. നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു പെർമനൻ്റ് റീയൂണിയൻ സംഭവിക്കും. ഇപ്പോൾ തൽക്കാലമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വേദനാജനകമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഈ കുറച്ച് നാളത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാൾ പോലുമില്ല തുറന്ന് സംസാരിക്കാൻ. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം, നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ അവിടെ മാനസികമായിട്ടും വിഷമം അനുഭവിക്കുന്നുണ്ട്, ശാരീരികമായിട്ടും വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും. ഈ വീഡിയോ കണ്ട എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. പോസിറ്റീവ് ആവുക എന്നുള്ളതും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നറിയാം. പക്ഷേ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നതോ അത്രത്തോളം ഫാസ്റ്റായിട്ടായിരിക്കും നമ്മളുടെ ആഗ്രഹം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മൾക്ക് സാധിച്ചു തരുന്നത്. നമുക്കിനി ഒരു അഫർമേഷൻ നോക്കാം. നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടു കൂടി ഇരിക്കണം. ഈ ഒരു അഫർമേഷൻ പറയുകയാണെങ്കിൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് വേണം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയാൻ. ആ അഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുമ്പോൾ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സ്പെൽ വർക്ക് ഉണ്ടല്ലോ, ആ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷമായിട്ട് ഇരുന്നിട്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ. ഈ ഒരു അഫർമേഷൻ പറയാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഒന്ന് മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ട് ഒരു 3 ദിവസമൊക്കെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. ഈ ഒരു അഫർമേഷൻ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സമാധാനമായിട്ടിരുന്ന് വേണം ഈ ഒരു അഫർമേഷൻ ചൊല്ലാൻ. ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് വേണം ഇരുന്ന് ചൊല്ലാൻ. ഇതൊരു വെറും വാക്കല്ല, ഇത് സത്യമാവുന്ന വരികളാണ്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ ഇന്നലത്തെ സ്പെൽ വർക്ക് നോക്കിയിട്ട് പറയുക. അഫർമേഷൻ ഇങ്ങനെയാണ്: ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം
എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അഫർമേഷനാണ്. ഇതിനകത്ത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് യൂസ് ചെയ്യുക. അവരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരണം. ഇവിടെ പറയുന്ന ഈ ഒരു അഫർമേഷനിൽ പറയുന്നുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ എന്ന്. എപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സ്നേഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ അതിപ്പം ആരുടെ സ്നേഹമാവട്ടെ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ആവട്ടെ, സുഹൃത്തുക്കളുടെ ആവട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആവട്ടെ, ഇവരുടെയൊക്കെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്നേഹിക്കണം. ഞാൻ ഇന്ന് ഇത്രയും ഈ ഒരു വീഡിയോയിൽ റീഡിങ്ങിനപ്പുറം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നം സോൾവ് ആവും. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് 100% ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അഫർമേഷനും റിച്വൽസും സ്പെൽ വർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അത്രയ്ക്ക് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ഒക്കെ ഉള്ളത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഉള്ളത്. നിങ്ങളുടെ പേരും എല്ലാം പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥകളും എല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കിയിട്ടാണ് ബ്രേസ്ലെറ്റ്സ് എല്ലാം തരുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന് അവർ കാരണമാണ് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ അത് പൂജിച്ച് ഇതിനെല്ലാം സെപ്പറേറ്റ് മന്ത്രം ജപിച്ചിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുന്നതാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള, അതായത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വശ്യചന്ദനം, വശ്യസിന്ദൂരം, വശ്യ കൺമഷി ഇതെല്ലാം ലഭ്യമാണ്. കഴുത്തിലിടാനുള്ള കവചം, പൂജിച്ച രുദ്രാക്ഷം ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ ആവശ്യപ്രകാരവും നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും കൃത്യമായി അത് റീഡിംഗ് എടുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരം ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ, കുടുംബജീവിതത്തിലെ കലഹമാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാവട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഭാഗ്യക്കേട്, ഇതൊക്കെ അതായത് ഒരു ദൃഷ്ടിദോഷം, ഇതിനെല്ലാം പരിഹാരമായിട്ട് ബ്രേസ്ലെറ്റും കവചങ്ങളും യന്ത്രങ്ങളും ഏലസും നൽകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.